കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ അവശേഷിക്കുന്ന സ്മാരകമായി നിലനിൽക്കുകയാണ് പാലക്കാട് കഞ്ചിക്കോട്ടെ റെയിൽവേ കോച്ച് ഫാക്ടറി. കേരളത്തിലായിപ്പോയി എന്നതുകൊണ്ട് മാത്രം അവഗണിക്കപ്പെടുന്നു എന്ന ആക്ഷേപമുയരുന്ന പദ്ധതി കേന്ദ്രം ഏറെക്കുറെ ഉപേക്ഷിച്ച നിലയിലാണ്. ഒരിടവേളയ്ക്ക് ശേഷം കഞ്ചിക്കോട്ടെ മോദിയുടെ പാലക്കാട് സന്ദർശനത്തിനിടെ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് കോച്ച് ഫാക്ടറി. റെയിൽ ബജറ്റുകളിൽ നേരിടേണ്ടി വന്ന അവഗണനയുടെ ചരിത്രം മാത്രമാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് പറയാനുള്ളത്. VS സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതി അന്നത്തെ പാലക്കാട് MP ആയിരുന്ന MP രാജേഷിന്റെ ശ്രമഫലമായാണ് റെയിൽ ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് 2012 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പദ്ധതി പിന്നീട് ഒരിഞ്ചു പോലും മുന്നോട്ടു പോയില്ല. റെയിൽ ബജറ്റിന്റെ കാലത്ത് മാത്രം വാർത്തകളിൽ ഇടം പിടിക്കുന്ന കോച്ച് ഫാക്ടറി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പാലക്കാട് സന്ദർശന വേളയിൽ വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ്. കേരളത്തിന്റെ അഭിമാനമാകേണ്ടിയിരുന്ന പദ്ധതി ഇപ്പോൾ കേരളത്തോടുള്ള കേന്ദ്രാവഗണനയുടെ സ്മാരകമായി മാറിയിരിക്കുകയാണ്. അതിൽ കോൺഗ്രസും BJPയും ഇക്കാര്യത്തിൽ ഒരേ നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. രണ്ട് പ്രസ്ഥാനങ്ങളും കേരളത്തിലെ ജനതയോടും പാലക്കാട്ടെ ജനതയോടും കാട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ജനവഞ്ചനയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് തറക്കല്ലിട്ടു ഉമ്മൻചാണ്ടി, പറ്റിച്ചു ജനങ്ങളെ. അതിൻ്റെ തുടർച്ചയാണ് ഈ പറ്റിക്കൽ. ഇതിൽ കോൺഗ്രസും BJPയും കാട്ടിയിട്ടുള്ള വഞ്ചനയുടെ ഭാഗമാണിത്. കർഷകരുടെ കയ്യിൽ നിന്നും പൊന്നും വില കൊടുത്താണ് 239 ഏക്കർ ഭൂമി അന്ന് ഏറ്റെടുത്തത്. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയ ഭൂമി ഇപ്പോൾ വന്യമൃഗങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രമാണ്. നിലവിലെ സാഹചര്യത്തിൽ കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറി ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തതോടെ പദ്ധതി എന്നേക്കുമായി നിലച്ച മട്ടാണ്. കൈരളി ന്യൂസ്, പാലക്കാട്.